അല്ലാഹുവേ ഞങ്ങൾ നിന്റെ ഒരു അനുഗ്രഹങ്ങളും നിഷേധിക്കുന്നില്ലേ, നിനക്കാണ് സ്തുതി. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസി, അല്ലയോ മനുഷ്യരെ ജിന്നുകളെ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആകാശലോകത്തിന്റെ അതിർവരമ്പുകൾ ഭൂമിയുടെ അതിർവരമ്പുകളും ഭേദിച്ചുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുമേ, ഒന്ന് പോയാട്ടെ. ലാ തൻഫുദൂൻ, നിങ്ങൾക്കത് സാധ്യമല്ലേ. ഇല്ലാ ബിസുൽത്താൻ, അല്ലാഹു നൽകുന്ന മഹാ കഴിവ് കൊണ്ടല്ലാതെ അത് സാധ്യമല്ല. ചന്ദ്രനിൽ പോണതോ ചൊവ്വയിൽ പോകുന്നതോ അതൊന്നും അല്ല ഈ ആയത്തിന്റെ പരാമർശമായ ആശയമെന്ന് നമ്മൾ സൂറത്തുർ റഹ്മാൻ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മിഅ്റാജിലേക്കുള്ള സൂചനയാണ് അത് അല്ലാഹു പറയുന്നത്. എന്റെ ഹബീബല്ലാതെ ആരും ഈ ആകാശ ലോകങ്ങൾ കടന്നു പോയിട്ടില്ല, നക്ഷത്രങ്ങളുടെ അപ്പുറത്തേക്ക് കടന്നു പോയിട്ടില്ല. മനുഷ്യൻ എത്ര വലിയ സ്പേസ് യാത്രകൾ നടത്തിയാലും നമ്മുടെ മിൽക്കി വേക്കുള്ളിലാണ്, നമ്മുടെ ചെറിയ ലോകത്തിനുള്ളിലാണ്. അതിൻ്റെയൊക്കെ എത്രയോ ബില്യൺ കണക്കിന് ഗാലക്സികളുള്ള അള്ളാഹുവിന്റെ ലോകം. അതിനപ്പുറത്തേക്ക് കൊണ്ടുപോയല്ലോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ഹത്താ ലി ബഹരിൻ നൂരി ജിബ്രീലുൻ വഖഫ്, ബഹറുൻ നൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ജിബ്രീൽ അലൈഹിസ്സലാം നബിയും എത്തിയിരിക്കുന്നു. പ്രകാശത്തിന്റെ കടൽ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ബഹറുൻ നൂർ, ദ ഓഷ്യൻ ഓഫ് ലൈറ്റ്സ്, പ്രകാശം മാത്രമേ ഉള്ളൂ. ആ ഒരു ലോകമെത്തി, അത് 7 ആകാശങ്ങളും കടന്നപ്പുറത്താണ്. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുന്നു. ഒന്നാം ആകാശത്തേക്കുള്ള ഭൂമിയിൽ നിന്ന് ഒന്നിലേക്കുള്ള ദൂരം 500 കിലോ, 500 വർഷം. അത് യാത്ര ചെയ്യുന്ന പൈലറ്റിന് 500 വർഷമാണെന്ന് സയൻസ് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു 500 വർഷം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാത്ര എത്ര എടുക്കുന്നു ചോദിച്ചാൽ യാത്ര ചെയ്യുന്ന ആളുടെ അനുഭവിക്കുന്ന സമയമല്ലേ പറയേണ്ട ആവശ്യമുള്ളൂ. നബി തങ്ങൾ അതാ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൂമിയിൽ ആ 500 വർഷം ഇവിടെ 200 കോടി കൊല്ലത്തിന് ഈക്വലായിരിക്കുന്നു. എനിവേ, അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ ആ ഒരു ഹദീസ് വലിയൊരു അത്ഭുതമാണ്. ആ കൃത്യമായ വർഷമാണ് ഇവിടെ സയന്റിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുള്ളത്. പ്രകാശ വേഗതയെ ബേസ് ചെയ്ത് നോക്കിയാൽ 500 കൊല്ലാണ് എടുക്കുന്നത് പോകുന്ന ആൾക്ക്. ഇവിടെയുള്ള ആളുകളുടെ സമയമല്ല, ആകാശലോകത്തെ സമയം. സുബ്ഹാനല്ലാഹ്, വലിയൊരു അത്ഭുതമാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, അല്ലാഹു നൽകുന്ന വഹയല്ലാതെ തിരുനബി സംസാരിക്കൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഈ ഹദീസൊക്കെ ഇങ്ങനെ അത്ഭുതകരമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്ന പോക്കിൽ ഒരാളെ കണ്ടിട്ടുണ്ട്. എല്ലാവരും ചിരിച്ചു നബിയോട് സലാം പറഞ്ഞ് വിശേഷങ്ങൾ അന്വേഷിച്ചപ്പോ ഒരാൾ മാത്രം ഒന്നും ചോദിച്ചില്ല. നബി തങ്ങൾ ചോദിച്ചു, ജിബ്രീൽ, ഇയാൾ ആരാണ്? എന്താണ് ഇയാൾ ഇങ്ങനെ ചിരിക്കാതെ, ഒരു സലാം പോലും പറയാതെ, എന്താണ് ഇയാൾ ഇങ്ങനെ ഇരിക്കുന്നത്? നബിയേ, ഇത് നരകത്തെ കാക്കുന്ന മലക്ക് മാലിക് അലൈഹിസ്സലാമാണ്. അല്ലാഹുവിന്റെ മലക്ക് മാലിക് അലൈഹിസ്സലാമാണ് നബിയെ. ഇത് നരകം കാക്കാൻ അല്ലാഹു ഏൽപ്പിച്ച മലക്കുകളുടെ നേതാവ്. മാലിക് അലൈഹിസ്സലാമിന്റെ കീഴിൽ വേറെയും മലക്കുകൾ ഉണ്ടെന്നാണ്. നബിയെ, നരകവാസികളായ ആളുകൾ എത്ര വാവിട്ട് നിലവിളിച്ച് കരഞ്ഞാലും ഒരൽപ്പം പോലും മനസ്സിന് അലിവ് തോന്നാത്ത വിധം, ഒരൽപ്പം പോലും ദയാവായ്പ് തോന്നാത്ത വിധം അല്ലാഹു ആ മനസ്സിനെ അത്രക്ക് കടുത്തതാക്കിയാണ് പടച്ചത്. അല്ലാഹു അവരെ പടച്ചതിന്റെ ശേഷം മാലിക് അലൈഹിസ്സലാം ചിരിച്ചിട്ടേ ഇല്ല നബിയെ. അങ്ങയോട് ദേഷ്യമുണ്ടായത് കൊണ്ടല്ല, മാലിക് അലൈഹിസ്സലാമിന്റെ പ്രകൃതം അതാണ്. യാ മാലികു, മാലിക് എന്ന മലക്കേ എന്ന് നരകവാസികൾ നിലവിളിച്ച് അല്ലാഹുവിനോടൊന്ന് പറയണേ, യുഖഫിഫ് അന്നാ യൗമൻ മിനൽ അദാബ്, ഒരു ദിവസമെങ്കിലും അദാബ് ഒന്ന് ചുരുക്കി തരണേ എന്ന് നരകവാസികൾ വിളിച്ചു പറയുമ്പോൾ അല്ലാഹുവിന്റെ മലക്ക് മാലിക് അലൈഹിസ്സലാമിന്റെ മറുപടി, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. അവലം നുഅമ്മിറുകും, നിങ്ങൾക്ക് ആയുസ് തന്നിട്ടില്ലായിരുന്നോ അല്ലാഹു? മാ യതദക്കറു ഫീഹി മൻ തദക്കറ, ചിന്തിക്കേണ്ടവർക്കും പഠിക്കേണ്ടവർക്കും പഠിക്കാനുള്ള സമയം അല്ലാഹു ഭൂമിയിൽ തന്നിട്ടില്ലായിരുന്നോ? നിങ്ങൾ എന്തേ കളിച്ചു തീർത്തത്? നിങ്ങൾ എന്തേ തമാശ കളിച്ചു തീർത്തത്? അത് കാര്യത്തിന് പറഞ്ഞേച്ച ലോകമായിരുന്നില്ലേ? ഇവിടെ വന്നിട്ടാണോ ആലോചിക്കുന്നത്? അള്ളാഹുവിന്റെ താക്കീതുകാര്, അമ്പിയാക്കന്മാര്, ആലിമീങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടില്ലേ? ഇനി ഇവിടെ നിന്ന് നിങ്ങൾ
വാ വിളിച്ചു നോക്കണോ? ഇവിടെ വെച്ച് കരയാണോ? മിണ്ടരുത്. മഹാനായ മാലിക്കിന് അലൈഹിസ്സലാത്തു വസ്സലാം മിണ്ടാതിരിക്കും. പിന്നെയും കരയും. 1000 കൊല്ലം പിന്നെയും കരയുമ്പോ പിന്നെ മറുപടി വരുന്നുണ്ട്. മിണ്ടിപ്പോവരുത്, ഇനി ഇവിടെ നിന്യരായി കഴിഞ്ഞേക്കണം, എന്നോട് മിണ്ടരുത് എന്ന് മാലിക് അലൈഹിസ്സലാം അങ്ങോട്ട് പറഞ്ഞാൽ പിന്നെ നരകവാസികൾക്ക് തേങ്ങലല്ലാതെ വാവിട്ട് കരയാൻ പറ്റൂല എന്നാ. ആ കമാൻഡുകളൊക്കെ നിർവഹിക്കാൻ പോകുന്ന മലക്കാണ് മഹാനായ മാലിക് അലൈഹിസ്സലാം. നബിയെ, അതുകൊണ്ട് മാലിക് അലൈഹിസ്സലാം ചിരിക്കാത്തത് അങ്ങ് വിഷമിക്കേണ്ട. അള്ളാഹു പടച്ചു തന്നെ അങ്ങനെയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ട് അവിടെ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ. ചുറ്റും ഒരുപാട് കുട്ടികളുണ്ട്. ചോദിച്ചു, ഇതാരാണ്? നബിയെ, അങ്ങയുടെ വല്ലിപ്പ ഇബ്രാഹിം, ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് നബിയെ. ഇത് ആരാണ് ഈ കുട്ടികളൊക്കെ? കുട്ടികൾ അല്ലാഹുവിന്റെ മുഅ്മിനീങ്ങളായ ആളുകളുടെ മക്കള് മരിച്ചുപോയപ്പോ, ചെറിയ മക്കള് മരിച്ചുപോയില്ലേ, ആ കുട്ടികളെ നോക്കുകയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മുസ്ലിമീങ്ങളുടെ കുട്ടികളിൽ മരിച്ചുപോയ മക്കളാണ് അവരുടെ മുമ്പിലിരിക്കുന്ന കുട്ടികൾ. അവിടുത്തെ കെയർ ടേക്കർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. ആ കുട്ടികളാണ് ഉമ്മയും വാപ്പയും സ്വർഗത്തിലേക്ക് വന്ന് വിളിച്ചുകൊണ്ടുവരാൻ വരിക. മരിച്ചുപോയ മക്കളെ ഒരുപാട് വിഷമുണ്ടാവും. ഉമ്മാക്കും വാപ്പാക്കും ഉമ്മയ്ക്കും ഒരുപാട് വിഷമുണ്ടാവും. പക്ഷേ നാളെ അവരൊക്കെ സ്വർഗത്തിലേക്ക് വന്ന് കൈപിടിച്ച് കൊണ്ടുപോകുമെന്നറിയുമ്പോ അതൊരനുഗ്രഹമാണല്ലോ. അല്ലാ, എനിക്ക് ഇതിലും പരീക്ഷണങ്ങൾ വേറെയും നിനക്ക് തരാമായിരുന്നല്ലോ എന്ന് നാളെ കൊതിച്ചു പോകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമ അവരെ നോക്കുന്നത്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആദം നബിയെ കണ്ടു. 60 മുഴം നീളമുണ്ട് മഹാനായ ആദം നബി അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാം വെളുപ്പും ഒരൽപ്പം ബ്രൗണിഷും കലർന്ന നിറമുള്ള ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. മഹാനായ നബിയെ കണ്ടു. ആദം നബി വലതു ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി സന്തോഷിച്ചിരിക്കുന്നുണ്ട്. കുറെ നേരം കഴിഞ്ഞ് ഇടതു ഭാഗത്തേക്ക് നോക്കിയിട്ട് സങ്കടപ്പെട്ട് കരയുന്നുണ്ട്. ആരാണ്? എന്താണ് ഈ സംഭവിക്കുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം. നബിയെ, ഇത് ആദമാണ്, അങ്ങയുടെ ഉപ്പ ആദം അലൈഹിസ്സലാം. അവരുടെ മക്കളിൽ ഒരുപാട് പേര് സ്വർഗത്തിലേക്ക് പോകുന്നുണ്ട്, ഒരുപാട് മക്കൾ നരകത്തിലേക്ക് പോകുന്നുണ്ട്. ആ സ്വർഗത്തിലേക്ക് പോകുന്ന മക്കളെയാണ് വലതു ഭാഗത്തേക്ക് നോക്കുമ്പോൾ വാപ്പ കാണുന്നത്. അത് കണ്ട് സന്തോഷിക്കുക. ഇടതുവശത്തേക്ക് നോക്കുമ്പോൾ നരകത്തിലേക്ക് പോകുന്ന മക്കൾ. അത് കണ്ട് വാപ്പാക്ക് സങ്കടമുണ്ട്. നബിയെ, ആ കാഴ്ചയാണ് കാണുന്നതെന്ന് അഷ്റഫുൽ ഖൽഖിന് കാണിച്ചു കൊടുത്തു. ഈ മിഅ്റാജിന്റെ രാവിൽ അല്ലാഹു ജല്ല ജലാലു ഹബീബായ തങ്ങൾ യാത്ര തുടരുകയാണ്. റുഫഇതു ഇലാ മുസ്തവൻ സമിഅതു ഫീഹി സ്വരീഫൽ അഖ്ലാം. അല്ലാഹുവിന്റെ മലക്കുകൾ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അല്ലാഹുവിന്റെ ഓർഡറുകൾ എടുത്തെഴുതുന്ന ആ ഒരു സ്ഥലം ഞാൻ കണ്ടു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഞാൻ റഅയ്തു സിദ്റത്തുൽ മുൻതഹ, അല്ലാഹുവിന്റെ സ്വർഗ്ഗ ആകാശ ലോകങ്ങൾക്ക് മീതെയുള്ള സിദ്റത്തുൽ മുൻതഹ എന്ന ഒരു വടാവൃക്ഷമുണ്ട്. മനോഹരമായ വൃക്ഷം. ഖുർആൻ തന്നെ പറഞ്ഞു, ഇത് യഗ്ഷ സിദ്റത മാ യഗ്ഷ. സിദ്റയെ അലങ്കരിക്കുന്നതെല്ലാം അങ്ങ് ആവരണം ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണെന്ന് പോലും വിശദീകരിക്കാൻ പറ്റാത്ത വിധം അത്രയും വർണ്ണശബളമായ, കണ്ണിന് ആനന്ദകരമായ, നയന മനോഹരമായ രീതിയിൽ അലങ്കരിച്ചിരിക്കുന്നു സിദ്റത്തുൽ മുൻതഹായെ. അതിന്റെ അടിവേരുകളിൽ നിന്ന് 4 നദികൾ ഒഴുകുന്നുണ്ട്. നഹറാനി ഫിൽ ജന്ന, 2 നദികൾ സ്വർഗത്തിലേക്ക്, വനഹറാനി ഫിൽ അർദ്, 2 നദികൾ ഭൂമിയിലേക്ക് ഒഴുകുന്ന ആ 2 നദികൾ അന്നീലു വൽ ഫുറാത്ത്. ഒന്ന് ഈജിപ്തിലൂടെ കടന്നു പോകുന്ന നൈലും മറ്റൊന്ന് ഇറാഖിലൂടെ കടന്നു പോകുന്ന യൂഫ്രട്ടീസുമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 2 നദികൾക്കും സ്വർഗ്ഗലോകവുമായി ബന്ധമുണ്ടെന്നാണ്. നൈൽ നദിയുടെ ഉറവിടം വിക്ടോറിയ തടാകമാണെന്ന് പറയാം, അല്ലെ? യൂഫ്രട്ടീസ് നദി അങ്ങകലെ മേലെ അർമീനിയയുടെ മേൽഭാഗത്ത് മലയിടുക്കിൽ നിന്നാണ് വരുന്നത് എന്ന് പറയാം. എന്തായിരുന്നാലും ഭൂമിയിലെ ഇവരുടെ ഉറവിടങ്ങൾക്ക് ആകാശലോകവുമായി ബന്ധമുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ അലൈഹിസ്സലാം നബിയും കൂടെയുള്ള ഈ യാത്ര അവസാനിക്കുന്നത് ബഹറുൻ നൂറിലാണ്, പ്രകാശത്തിന്റെ സമുദ്രത്തിലാണ്. അവിടെ എത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ, ഇനി ഈ ഒരു പ്രകാശത്തിന്റെ കടലിലേക്ക് എനിക്ക് വരാൻ പറ്റില്ല നബി, ഞാൻ കരക്ക് നിൽക്കാം, അങ്ങ് പോയിക്കോളൂ. ഉമർ ഖാദി തങ്ങൾ അത് മനോഹരമായി അവരുടെ കവിതകളിൽ ചൊല്ലിയിട്ടുണ്ട്. حتى لبحر النور جبريل وقف في شطه غربا فودع وهتف دعني تقدم يا حبيبي لا تخف أبشر تناجي ربك القيوم صلوا عليه وسلموا تسليما. الله
അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി വറഫഅനാ ലക ദിക്റക. നബിയേ, അങ്ങയുടെ സ്ഥാനം ഞാൻ ഉയർത്തിയിട്ടുണ്ട് നബിയേ എന്ന് പറഞ്ഞ വാക്കിനെ സാക്ഷാത്കരിക്കുകയാണ് അല്ലാഹു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിൽ നിന്ന് വഹി നേരിട്ട് സ്വീകരിക്കുന്ന മലക്കാണ്. റെവലേഷൻ നേരിട്ട് ഡയറക്റ്റ് അതിന്റെ റെസിപ്പിയന്റ് ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാമാണ് അംബിയായിന് എത്തിച്ചു കൊടുക്കുന്നത്. ആ ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും കടന്നു പോവാൻ പറ്റാത്ത സ്ഥലമാണ് ബഹ്റുൻ നൂർ.